സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ വിതുമ്പി പ്രതിഭ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മുസ്ലിം ലീഗ് നേതാവ് നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ മനംനൊന്ത് കായംകുളത്തെ LDF സ്ഥാനാർത്ഥി പ്രതിഭ വിതുമ്പി. രാഷ്ട്രീയത്തിലേക്കും പൊതുരംഗത്തേക്കും കടന്നുവരുന്ന പെൺകുട്ടികളെയും ഗവേഷകരെയും അഭിഭാഷകരെയും ഒക്കെ തളർത്താനാണ് ഇത്തരം നീചമായ ശക്തികൾ ശ്രമിക്കുന്നതെന്ന് പ്രതിഭ പറഞ്ഞു. ഒരു സ്ത്രീയോട് പോലും ഇത്തരത്തിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞാണ് പ്രതിഭ വൈകാരികമായി പ്രതികരിച്ചത്. MLA ആയിരുന്ന കാലത്ത് ഒരു നിലയ്ക്കുള്ള പ്രവർത്തനവും കാഴ്ചവെച്ചില്ലെങ്കിൽ പോലും തൻ്റെ നാക്ക് ചാരുതയും ശരീരത്തിൻ്റെ അഴകും വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് പ്രതിഭയെന്നായിരുന്നു പരാമർശം. സംഭവത്തിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് മാത്രം പ്രശ്നം തീരില്ലെന്നും പോലീസിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകാനാണ് തൻ്റെ തീരുമാനമെന്നും പ്രതിഭ വ്യക്തമാക്കി. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി LDF രംഗത്തെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയം രാഷ്ട്രീയമായി കൂടുതൽ ചർച്ചയാക്കാനാണ് LDFിൻ്റെ നീക്കം. അതേസമയം പരാമർശം വിവാദമായതോടെ UDF സ്ഥാനാർത്ഥി ലിജു സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചു. ലീഗ് നേതാവിൻ്റെ പ്രസ്താവനയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ലിജു സ്ത്രീവിരുദ്ധമായ ഇത്തരം നിലപാടുകൾ അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കി. ലീഗ് നേതാവ് ഇർഷാദും പിന്നീട് ഖേദം പ്രകടിപ്പിച്ചെങ്കിലും തൻ്റെ വാക്കുകൾ അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുകയായിരുന്നു എന്ന ന്യായീകരണമാണ് അദ്ദേഹം ഉയർത്തുന്നത്. വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു. ലീഗ് നേതാവിൻ്റെ പ്രസ്താവന സ്ത്രീവിരുദ്ധവും അങ്ങേയറ്റം അപമാനകരവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ശരീരമല്ല മനസ്സാണ് ജനം നോക്കുന്നത്. എൻ്റെ ഹൃദയം കൊടുത്ത സ്ഥലമാണ് കായംകുളം. ആരെയും അങ്ങനെ പറയാൻ പാടില്ല, പ്രതിഭ പറഞ്ഞു.